ഇനി എറണാകുളത്ത് കയറി ഇറങ്ങാനുള്ള ഹോസ്പിറ്റലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. വേദന നല്ല ഫീലിംഗ് ആയിട്ട് ഇത് ഇങ്ങനെ അലറി കിടന്ന് കരയുമായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ അന്നാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ നാണം കെട്ടതെന്ന് പറയാം. ഈ കുട്ടി ഒരു കാലത്ത് എഴുന്നേറ്റ് നടക്കില്ല. അവൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ബോൾസുകളൊക്കെ നട്ടെല്ലാം ഇട്ട് കൊടുക്കേണ്ടി വരും. രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട് മാത്രമുള്ളെങ്കിലും രക്ഷപ്പെടുത്തും. അതിനൊരു ട്രൂ എക്സാമ്പിളാണ് ഞാനത്. 3 വർഷം നമ്മൾ ഇതേപോലെ തന്നെ ആയുർവേദത്തിൽ കിടത്തി ചികിത്സ നടത്തി. നേരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളല്ലാതെ അതിൽ യാതൊരു മെച്ചവും ഉണ്ടായില്ല. ഞാൻ MBBS ഫസ്റ്റ് ഇയർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മോളുടെ പേര് ഷെറിൻ എന്നാണ്. എൻ്റെ പേര് സോളി രാജു എന്നാണ്. ഞങ്ങൾ പറവൂരിൽ നിന്ന് വരുന്നു. മോൾക്ക് സ്കോളിയോസിസിൻ്റെ അസുഖം ഉണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ അസുഖം എന്ന് പോലും ആരും നമ്മൾക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു അസുഖം വരുമ്പോൾ ആ അസുഖം സാധാരണ ഉള്ളത് പോലെയാണ് നമ്മൾ കണ്ടിരുന്നത്. മോളെ പ്രസവിച്ച് ഇയാൾ 8 മാസം 2 ദിവസമുള്ളപ്പോൾ ജനിച്ച കുട്ടിയാണ്. സിസേറിയനായിരുന്നു. പ്രത്യേകിച്ച് കാണുമ്പോൾ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പ്രസവിച്ച് ഒരു 40-45 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ മാത്രം കുളിപ്പിക്കാൻ അടുത്തുള്ളൊരു ചേച്ചി വന്നു. അങ്ങനെ അവർ കൊച്ചിനെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഇങ്ങനെ മേത്തൊക്കെ തിരുമ്മി കുളിപ്പിക്കുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ അവർ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ കൊച്ചിന് പെട്ടെന്ന് വല്ലാത്ത പെയിനും ശാരീരികമായിട്ട് എവിടെയോ ഒരു വേദന നല്ല ഫീലിംഗ് ആയിട്ട് ഇത് ഇങ്ങനെ അലറി കിടന്ന് കരയുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച ഡോക്ടറുടെ അടുത്ത് ഇത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, താൽക്കാലികമായിട്ടൊരു സ്കാനൊന്ന് ചെയ്തുകൊണ്ടാണ് എന്താ സംഭവിച്ചതെന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കാൻ ചെയ്ത് വന്ന സമയത്ത് അങ്ങേര് പറഞ്ഞു, ഇവളെ പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ വേറൊരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഈ കുട്ടി ഒരു കാലത്ത് എഴുന്നേറ്റ് നടക്കില്ല. അവൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ബോൾസുകളൊക്കെ നട്ടെല്ലാം ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലാതെ അവൾക്ക് അതിനകത്ത് പിന്നീട് മുന്നോട്ട് എഴുന്നേറ്റ് നടന്ന് ജോലി ചെയ്യാനൊന്നും കഴിയില്ലെന്നാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ ഞങ്ങൾ ആകെ ഭയപ്പെട്ട് തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ ആയുർവേദിക്കായിട്ടുള്ള മെഡിസിൻസൊക്കെ നോക്കി. കുറച്ച് നാളൊക്കെ ആയുർവേദിക് മെഡിസിൻസൊക്കെ കൊണ്ട് പോയി. കുട്ടി പഠിക്കാനൊക്കെ പോയി. അവൾ നല്ല രീതിയിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് മുന്നോട്ട് പോയി. 10-11 വയസ്സായി സമയത്ത് അയാൾക്ക് പെട്ടെന്ന് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നിടത്തൊക്കെ അങ്ങ് വീണ് കളയും. അപ്പോൾ കൂട്ടുകാരത്തികളായാലും ടീച്ചേഴ്സായാലും കൂടുതലത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരൊക്കെ വീട്ടിൽ വിളിച്ചറിയിച്ച്. പിന്നെ മോള് കരഞ്ഞിട്ടൊക്കെയാണ് എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുന്നത്. എനിക്ക് അവിടെ തട്ടി വീണമ്മ, ഇങ്ങനെ എല്ലാ കുട്ടികളും നടക്കണ പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ സമാധാനിപ്പിച്ചു, അത് വെറുതെ തോന്നണമാണ് മോനെ, നീ ഇന്ന് കാലൊക്കെ നല്ലോണം പൊക്കി വെച്ച് നടക്കണം, അലംഭാവമായിട്ടൊക്കെ നടക്കരുത്, ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ദിവസം ചെല്ലും തോറും ഇങ്ങനെ ഈ കൊച്ചിൻ്റെതായ പോരായ്മകൾ ഇങ്ങനെ ഓരോ ദിവസവും ടീച്ചേഴ്സ് വിളിക്കണം. അറിവുള്ള ആൾക്കാരൊക്കെ നമ്മളോട് വിളിച്ച് പറയണം, ഈ കുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ചെന്ന് അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടുത്ത് പറയാവുന്നതായിട്ടുള്ള രോഗങ്ങളൊന്നും അവൾക്ക് ഇനി കാണുന്നില്ല. ഇങ്ങനെ വീഴാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം, എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ അടുത്തുള്ള ആയുർവേദിക്കായിട്ടുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്, കൊച്ചിനെ ഒന്ന് തിരുമ്മൽ നടത്തണം, 3 വർഷം ഇയാളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, ആയുർവേദത്തിൽ ഇങ്ങനെ ഞങ്ങൾ തരുന്ന മരുന്നുകൾ കൊടുക്കണം, പിന്നെ ഈ എല്ലാ വർഷവും തിരുമ്മണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ തിരുമ്മണമെന്ന് പറഞ്ഞെങ്കിലും നമ്മളത്രയും ഗൗരവത്തിലെടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളുടെ വീഴ്ചയുടെ ശക്തി കൂടിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ആയുർവേദത്തിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ കിടത്തി. അവർ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് തിരുമ്മി എല്ലാം കഴിഞ്ഞെങ്കിലും അതിൽ കൊച്ചിന് വേദന കൂടുന്നല്ലാതെ അവൾക്കതുകൊണ്ടൊരു ആശ്വാസം നമുക്ക് കാണാൻ കഴിയുണ്ടായില്ല. ദിനം പ്രതി ഞങ്ങളുടെ മാനസികമായിട്ടുള്ള ടെൻഷനും വിഷമങ്ങളും കൂടുതലായിരുന്നു. കാരണം കുഞ്ഞിങ്ങനെ കിടന്ന് വേദനിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എന്താണെന്നുള്ളത് എങ്ങനെ ഇത് പറയണം നമുക്കറിയില്ലാതെ 3 വർഷം നമ്മൾ ഇതേപോലെ തന്നെ ആയുർവേദത്തിൽ കിടത്തി ചികിത്സ നടത്തി. നേരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളല്ലാതെ അതിൽ യാതൊരു മെച്ചവും ഉണ്ടായില്ല. പിന്നെ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ ചെന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, നീ ക്ലാസ് റൂമിലിരിക്കുക, ഞാൻ കുറച്ച് ബുക്സ് എടുക്കാറുണ്ട്, ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ റൂമിൽ നിന്ന് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് തിരിച്ചു വന്നപ്പോൾ ആ കൊച്ചിരുന്നോടത്ത് എല്ലാവരും വന്ന് ഓടിക്കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയപ്പോൾ മോള് വീണ് കിടക്കുകയാണ്, അവിടെ കിടന്ന് കരയാണ്. മറ്റുള്ള പിള്ളേരുടെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് ഒരു പുതിയ സ്കൂളിൽ ചെന്നപ്പോൾ ഞാനവിടെ വീണമ്മ, എനിക്ക് ഒട്ടും മനസ്സുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, എനിക്കിനി ജീവിക്കേണ്ട, എന്താണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഒരുപാട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് വിഷമിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ പറയും പോട്ടെ മോനെ എന്ന് പറഞ്ഞാൽ ബുക്സൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് ഇവിളെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുത്തുള്ളൊരു ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു. മനു എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിയെ പറഞ്ഞത്, ഇതിങ്ങനെ ഒരു അസുഖമുണ്ട്, ഇത് നട്ടലിന് വരുന്ന പോരായികകളിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ കുട്ടിയെ എല്ലിൻ്റെതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സിനെയാണ് കാണിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു രീതിയിൽ അത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും ഇതിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുണ്ടാകണം എന്നുള്ളതൊക്കെ ചിന്തകൾ നമുക്ക് കിട്ടണത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഡോക്ടറുടെ റെഫറൻസ് പ്രകാരം പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒപ്പീനിയനൊക്കെ എടുത്ത് റിനൈൻ മെഡിസിറ്റിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതിനോട് വലിയ സർജറിയൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഗംഗ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴും ഇവൾക്ക് 30% കൂടുതൽ ഒരു പ്രതീക്ഷ വേണ്ട, കാരണം അത്രത്തോളം ഈ കുട്ടി ഡാമേജ്ഡായ അവസ്ഥയിലാണ് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞപ്പോഴേക്കും മാനസികമായിട്ട് നമ്മളൊക്കെ അവിടെ നിന്ന് വേദനയോടുകൂടി പടിയിറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് അതേ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇവിടെ ലേക്ക് ഷോറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഡോക്ടർ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ തന്നെ ഇവളിങ്ങനെ വലിഞ്ഞാണ് നടക്കുന്നത് കൊച്ച്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എന്താ മോനെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നടക്കുന്നത്, എന്താ നിനക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച്. ആ ഒരു കനിവിൻ്റെ ഒരു മുഖഭാഗമാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടൊരു കാര്യം. അദ്ദേഹം അവളെ വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടി അടുത്ത് വെച്ച് സംസാരിച്ചു, ചെക്കപ്പ് ചെയ്തു. അപ്പോൾ അത് പ്രകാരം എന്നോട് പറഞ്ഞു, ഇങ്ങനെ MRI സ്കാൻ ചെയ്യണം, എന്താണ് അവസ്ഥയെന്ന് നോക്കണം. അങ്ങനെ MRI ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് 10-12 മണിക്കൂറുള്ള ഓപ്പൺ സർജറിക്ക് കുഞ്ഞ് വിധേയനാകണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോഴും നമ്മൾ വളരെയധികം ഭയപ്പെടുകയാണ്, കാരണം കൊച്ചിനെ കിട്ടുമോ, ഇത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഉള്ള പല പല ടെൻഷൻസും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പല ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പല ഒപ്പീനിയൻ തന്നിട്ടുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് ധൈര്യത്തിലിരിക്കണം, നമുക്ക് പോസിറ്റീവായിട്ടൊക്കെ നടക്കുമെന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് സമ്മതിച്ചു. പിന്നെ വന്ന് ഒരു ചൊവ്വാഴ്ച വന്നൊരു അഡ്മിറ്റാക്കി. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമായിട്ട് ഓപ്പറേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം സർജിക്കൽ ICUയിൽ ഉണ്ടായിരുന്നു. വീണ്ടും അത് കഴിഞ്ഞ് ഓർത്തോ ICUയിൽ കൊണ്ടുവന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾ ബെഡിൽ തന്നെ ഇങ്ങനെ കിടപ്പ് തന്നെയായിരുന്നു, ഒട്ടും എഴുന്നേൽക്കാൻ പറ്റാത്ത സ്റ്റേജിലായിരുന്നു. പിന്നീട് ഇവിടുന്ന് നമ്മൾ കിടത്തി തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഏകദേശം ഒരു 1-1.25 വർഷത്തോളം അവിടെ കിടന്ന കിടപ്പായിരുന്നു. വളരെയധികം മോട്ടിവേഷനുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഉപദേശങ്ങൾ കൊടുക്കുകയും പല പല ആഗ്രഹങ്ങളിലൂടെ കുഞ്ഞിനെ ജീവിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ നടക്കാനൊക്കെ അവളായി. പതുക്കെ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒറ്റയ്ക്ക് തന്നെ വണ്ടിയിൽ അവിടെ സ്കൂളിൽ കൊണ്ടുവന്ന് ഇരുത്തുകയും ടീച്ചേഴ്സിൻ്റെയും സഹപാഠികളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി അവരുടെ കോച്ചിങ്ങുകളൊക്കെ ഏകദേശമൊക്കെ സക്സസ് ആയി. +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ കോഴിക്കോട് ഉള്ള എൻട്രൻസ് എക്സാമിന് ഉള്ള കോഴ്സിൽ പോയി ചേർന്നു. ആ വർഷം അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. പിറ്റത്തെ വർഷം ആ കുട്ടി അടുത്ത കോച്ചിങ് കോഴ്സിലേക്ക് ചെന്ന് ചേർന്നു. അവൾക്ക് അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ പപ്പ മരിച്ചതിൻ്റെ പേരിൽ ആ വർഷവും അതിന് പോകാൻ പറ്റില്ല. എങ്കിൽ ഈ വർഷം വീണ്ടും എൻട്രൻസ് എഴുതി അവൾക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡൻ്റായിട്ട് അവൾക്ക് ഇപ്പം അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അതിന് ഒരിക്കലും ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റാത്ത ഒരു വേദന കൃഷ്ണകുമാർ ഡോക്ടറോട് അറിയിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളുടെ ഒരു പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് വരണത്. ചെറുപ്പം തൊട്ടതുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നോർമലി ആക്റ്റീവായിരുന്നു, സ്പോർട്സ്, ഡാൻസ്, എല്ലാത്തിനും ഫസ്റ്റ്, പഠിക്കാനും അങ്ങനെ എല്ലാത്തിനും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എനിക്കെന്തോ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങണം. അപ്പം എനിക്കൊരു 13 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ടൈമിൽ ഞാൻ വീട്ടിൽ അറിയിച്ചപ്പോൾ എല്ലാവർക്കും ഇതൊരു എനിക്ക് തോന്നണ രീതിയിലാണ് എല്ലാവരും ഇതാക്കിയത്. പക്ഷെ അത് പോകെ തോന്നലുകളൊക്കെ ശരിയായി വന്നിരുന്നു. എൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര പെയിൻ, എല്ലാം ഫുൾ ബോഡി എനിക്ക് ഭയങ്കര പെയിനായി തുടങ്ങി. പെട്ടെന്ന് തടി വയ്ക്കാൻ തുടങ്ങി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ
മെഡിസിൻസ് ഒക്കെ നമ്മൾ പാരലലി പോകുന്നുണ്ടെങ്കിലും എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല, നെഗറ്റീവ്സ് അല്ലാതെ ഒരു മാറ്റങ്ങളൊന്നും എൻ്റെ ശരീരത്തിൽ വരുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ നമ്മൾ ഡൗൺ ആയി പോലെയാണ് എനിക്ക് തോന്നി. ഫിസിക്കലി കൂടാതെ മെൻ്റലി ഞാൻ ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ 6ാം ക്ലാസ്സിലോ 7ിലൊന്നും ഞാൻ സ്കൂളിലേ പോയിട്ടില്ല. നടക്കാൻ പോയിട്ട് ബെഡിൽ നിന്ന് എണീക്കാനുള്ളൊരു ധൈര്യം പോലും എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫ് അങ്ങ് നിന്ന് പോയി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആ ടൈമിൽ. എന്നും കരച്ചിൽ, എനിക്ക് ഇനി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ ഉള്ളൊരവസ്ഥ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ അന്നാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ നാണം കെട്ടതെന്ന് പറയാം. ആദ്യമായിട്ട് ഒരു പുതിയ സ്കൂളിൽ പോയി ചേർന്നിട്ട് ഫസ്റ്റ് എന്നെ അവിടെ വീണ്. അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു എനിക്ക്. അന്നാണ് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞതും വിഷമിച്ചതൊക്കെ അന്ന് തന്നെയായിരുന്നു. ഒരു നാണക്കേട് എനിക്ക് കുറേ ദിവസത്തേക്ക് എനിക്ക് അന്ന് 8ാം ക്ലാസ്സിൽ ഞാൻ പോയത് ഒരു ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. അന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതിൽ ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല അങ്ങോട്ട്. അതിന് ശേഷമാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇത് ചെയ്തതും നമ്മൾ ഇതിൻ്റെ പിന്നാലെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ഇതാക്കി പോകണത്, നമ്മൾ ഒരു ഓർത്തോ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണതും. ഞാൻ ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ കസ്റ്റംസിലേക്ക് പിള്ളേർ എടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ടീച്ചർ പറഞ്ഞു കസ്റ്റംസിലേക്ക് എടുക്കാൻ പറ്റില്ല, റെഡ് ക്രോസിലേക്ക് മാത്രം എടുക്കുക. അപ്പോൾ പിന്നെ വിഷമമായി, ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക്. അങ്ങനെ ഡോക്ടറുടെ കൊണ്ടുപോയി കണ്ടു. ഡോക്ടർ നമ്മളെ വേറെ പുള്ളിയുടെ ഒരു പ്രൊഫസറിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഇതിലെ എന്തോ വലുത് കുറച്ചും കൂടെ സ്പെഷ്യസ് ആയിട്ട് കിട്ടാനുണ്ട്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വിഷമിക്കേണ്ടി വരുന്നത്. ഫ്യൂച്ചറിൽ ഒരു നല്ല എന്തെങ്കിലും ഒരാളെ നീ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ എന്നോട് അന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതൊന്നും എൻ്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അത് എന്നെ സമാധാനിപ്പിക്കാൻ പറയണമെന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഇവിടെ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി വന്നിട്ടും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഭയങ്കര പിന്നെയും ഞാൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നല്ലാതെ മെൻ്റലി ഫിസിക്കലി മൊത്തം എൻ്റെ ലൈഫ് അങ്ങ് നിന്ന് പോയി എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാനിവിടെ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഞാനിവിടെ കൃഷ്ണ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല, കാരണം ഇത്രയും ഇനി എറണാകുളത്ത് കയറി ഇറങ്ങാനുള്ള ഹോസ്പിറ്റലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാൻ, കാരണം എനിക്കറിയാതൊന്നും നടക്കാൻ പോണില്ല, ഒന്നും ഉണ്ടാവാൻ പോണില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലേക്ക് ആയി തുടങ്ങി. ഞാൻ ഡിപ്രഷനാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്കറിയില്ല അതെങ്ങനെ പറയണം. അങ്ങനത്തെ ഒരു ലൂപ്പിൽ എൻ്റെ പ്രായമുള്ള പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിഷമവും കരച്ചിലും, റൂമിൽ നിന്ന് പുറത്തിറങ്ങാനില്ല, ആരോട് സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി. ലൈഫിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ചെറിയ പ്രായത്തിൽ തന്നെ ഇല്ലാണ്ടായിട്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് മരിക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലേക്ക് വന്നു തുടങ്ങി. ആ ഒരു ലൂപ്പിലേക്ക് ഞാൻ എത്തിയ സമയത്ത്, പക്ഷെ ആ ടൈമിലാണ് അന്ന് ജോസ് ഡോക്ടർ പറഞ്ഞ പോലെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. അത്രയും നമ്മൾ വേറെ പല സ്ഥലത്ത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോഴും എനിക്ക് കിട്ടാത്തൊരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ വന്ന് കയറിയപ്പോൾ എനിക്ക് എൻ്റെ കാല് പാരലൈസ്ഡ് ആയതുകൊണ്ട് എനിക്കധികം നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഡോക്ടറിനെ കണ്ടപാട് എൻ്റെ പേരൊന്നും എൻ്റെ ഒന്നും ചോദിച്ചില്ല, എന്താണ് ഇങ്ങനെ നടക്കണേന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ ഒരു മനസ്സിലൊരു ഒരാളെങ്കിലും അങ്ങനെ ചോദിച്ചല്ലോ എന്നുള്ളൊരു എന്താണെന്ന് ചോദിച്ചില്ല. അത്രയും നാളെല്ലാവരും റേറ്റിംഗ് ഇടലായിരുന്നു, കുട്ടി 30%, 40% നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ഇവിടെ വന്ന അനുഭവത്തിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ 30% കണക്കിട്ടിട്ട് എന്നെ പറഞ്ഞു വിടുമെന്നായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ കണക്കൂട്ടലൊക്കെ മാറിയിട്ട് ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറം ഇവിടെ നന്നായിരുന്നു. അന്ന് ഡോക്ടർ എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് എന്നെ പുറത്തിരുത്തിയിട്ട് പാരൻസിനോട് മാത്രം എന്തോ സംസാരിച്ച്. അത് ഒരു അത്രയും ഞാൻ പോയ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഞാൻ കാണാത്തൊരു വേറൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. കാരണം അത്രയും അവർ പറയാനുള്ളതൊക്കെ എൻ്റെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. അപ്പം എൻ്റെ മാനസികാവസ്ഥ ഒന്നും അവരാരും ആ ടൈമിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡോക്ടർ അങ്ങനെയല്ല ചെയ്തത്, എന്നെ പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പറയാനുള്ളതൊക്കെ പാരൻസിനോടാണ് പറഞ്ഞത്. അത് എന്തെന്നാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അന്ന് എനിക്ക് ഇവിടെ തന്നെ സർജറി ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലേക്ക് ആ ഒരു ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ശരിയാവും എന്നുള്ളൊരു കോൺഫിഡൻസ്. എന്താണ് ഒരു അവസ്ഥയിലേക്കൂടെ കടന്നു പോണേന്ന് മനസ്സിലാക്കണോടത്താണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ അതിൽ ഷുമ ഡോക്ടർ ഭയങ്കര ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, അല്ലാതെ ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അന്ന് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട്
ബോഡി പെയിൻ കൂടാതെ മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഡോക്ടറെ വന്ന് കണ്ടന്ന് എനിക്ക് ഞാൻ ഭയങ്കര പിന്നെയും ജീവിതത്തോടുള്ളൊരു ഇൻട്രസ്റ്റ് പോയിട്ട് പിന്നെയും ഒരു ഇത് വരണ ഒരു ദിവസമായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സർജറി ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കാര്യം പാരലൈസ്ഡ് ആയതുകൊണ്ട് അധികം നാൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ജൂൺ ജൂലൈ ആ ഒരു മാസത്തിൽ തന്നെ സർജറി കഴിഞ്ഞു. സർജറി കൃഷ്ണമ്മ ഡോക്ടർ മാത്രമല്ലായിരുന്നു, ഒരു കീർത്തി ഡോക്ടർ എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര നമ്മളാ അങ്ങനെ ഡോക്ടർ പേഷ്യൻ്റ് എന്നുള്ളൊരു ഫീൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അവരെന്തോ ഒരു സർജറിക്ക് കയറണേക്ക് മുന്നേ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കീർത്തി ഡോക്ടറൊക്കെ വന്ന് എന്നോട് എന്തോ ചേച്ചി അനിയത്തി അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് കയറണവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ സർജറി ഇപ്പോഴാണ് നടക്കാൻ പോണേ എന്നുള്ളത്. കാരണം എന്നൊരു 7 മണിക്കാണ് എന്നെ കയറ്റിയത്. പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞ് ഇത്രയും പേഷ്യൻസ് ഇവിടെ കിടപ്പുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ കേട്ടത്തുള്ളൂ. ഞാൻ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ഫസ്റ്റ് കയറ്റി. പെർസെൻറ്റേജ് കണക്കും മറ്റേ അവരിട്ട റേറ്റിംഗ് ഒക്കെ തിരുത്തിക്കൊണ്ട് എനിക്ക് പിന്നെയും ആ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ബെറ്ററായിട്ട് ഇത്രയൊരു ഇതിലേക്ക് എത്താൻ പറ്റി. അതിലെനിക്ക് പറയാനുള്ള കാര്യം, മേജർ സർജറി ആയതുകൊണ്ടാണ് പല ഡോക്ടേഴ്സിനും ചെയ്യാൻ പേടിയായിട്ട് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തത്. പക്ഷെ അന്ന് ആ സർജറി കഴിഞ്ഞപ്പോൾ എനിക്കന്ന് മറക്കാൻ പറ്റാത്തൊരു പഴി ഞാൻ ഇപ്പോഴും കൂടെ പറയണ വിചാരിച്ചാൽ, എനിക്ക് അമ്മനെ കാണണം, അമ്മ വന്ന് എനിക്ക് ചായയും കേക്കും തരണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടിരുന്നത്. അമ്മനെ വിളിച്ചിട്ട് പക്ഷെ വന്നത് ഡോക്ടറായിരുന്നു. ഡോക്ടർ വന്ന് എനിക്ക് സർജറി കഴിഞ്ഞിട്ട് അത് തിന്നാൻ പാടില്ലായിരുന്നു ടൈമിൽ. എന്നാലും പുള്ളിക്കാരൻ വന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സംഭവം. പുള്ളി വന്ന് എനിക്ക് ചായയും കേക്കും, എനിക്ക് അറിയത്തില്ല വേറെ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുമോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഒരു പേഷ്യൻ്റ് ഡോക്ടർ എന്നുള്ള ഇതിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഡോക്ടർ അങ്ങനെ ആയിരുന്നില്ല. അമ്മനെ പ്രതീക്ഷിച്ച സ്ഥാനത്ത് വന്ന് എനിക്ക് ആ ടൈമിൽ ചായയും കേക്കൊക്കെ തന്നിട്ട് പോയി. അത് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു മൂമെന്റ്സ് ഒന്നും ഉണ്ടാവും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഞാൻ അത്ര കമ്മിറ്റ്മെന്റ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ടൈമിൽ. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇവർ ഡോക്ടർമാരെന്നുള്ളതിലപ്പുറം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇവർ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സപ്പോർട്ട്, ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ അങ്ങനെ സപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ളതായിരുന്നു. പാരൻസ് അങ്ങനെ അല്ലാണ്ട് പുറമേ നമ്മളറിയാത്തൊരു 2 പേര് വന്ന് നമ്മളോട്, ഡോക്ടേഴ്സ് മാത്രമല്ല ഇവിടെ നിന്നിരുന്ന അസിസ്റ്റ് ചെയ്തിരുന്ന നേഴ്സുമാർ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ഡോക്ടർ പേഷ്യൻ്റ് ഫീലൊന്നും എനിക്ക് ഇതുവരെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്ത് അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിച്ച് പറയണത് ഡോക്ടറിനോടാണ്. കാരണം അത്രയും എൻ്റെ ലൈഫിൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്ന് ബെഡിൽ നിന്ന് എണീറ്റിരിക്കാൻ പറ്റുമെന്നും കൂടെ ഉള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടിൽ, ഇവരുടെയൊക്കെ ഒരു ഇതിൽ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ MBBS ഫസ്റ്റ് ഇയർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാനൊന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം വന്നത് ഡോക്ടറെ കണ്ടേ പിന്നെ. അല്ല, എനിക്ക് ഡോക്ടർ ആവണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ലൈഫ് നിന്ന് പോയെന്നുള്ളൊരു മൊമെന്റിൽ നമുക്ക് ആ ഒരു പിന്നെ ഒരു ഹോപ്പ് വന്നത് ആ ഒരു ഡോക്ടറായിരുന്നു. ആ ഒരു ബേസിൽ നമുക്ക് ലൈഫിലെ റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അപ്പനായിരുന്നു എൻ്റെ റോൾ മോഡൽ. അതിന് പുറമെ ഞാൻ ഒരാളെ റോൾ മോഡൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണമ്മ ഡോക്ടറാണ്. നമുക്ക് പ്രതീക്ഷ ഇല്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് ദൈവം ഒരാളെ പറഞ്ഞു വിടുന്നെന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളായിരുന്നു എനിക്ക് കൃഷ്ണമ്മ ഡോക്ടർ. ഡോക്ടറിന് പുറമേ എൻ്റെ ഒരു അപ്പൻ്റെ സ്ഥാനോ ചേട്ടൻ്റെ സ്ഥാനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥാനത്താണ് ഞാൻ ഡോക്ടർ എപ്പോഴും കാണുന്നത്. എൻ്റെ ലൈഫിൽ എന്ത് മൂമെൻ്റ് ഉണ്ടെങ്കിലും അപ്പം തന്നെ പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പറയും, വിളിച്ച് പറയാൻ. എന്നാലും എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. കാരണം ഒരു ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നൊരു ഇതിലാണ് ഞാൻ പുള്ളിനെ കാണുന്നത്. ഒരുപാട് പേഷ്യൻസിനെ പുള്ളി കൈകാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് പുള്ളി ഇങ്ങനെയായിരുന്നു. ഒരു പേഷ്യൻ്റ് ഡോക്ടർ എന്നുള്ളൊരു സംഭവമൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. എന്തോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളെന്നുള്ള രീതിയിലാണ്. ഞാൻ കേട്ടിട്ട് പോലും ഒരു ഡോക്ടർ വന്ന് ആൾക്ക് വേണമെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ആ വഴി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. എന്നെ ഇടക്ക് സാധാ വന്ന് അന്വേഷിക്കണ പോലെ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ, ആ റൗണ്ട്സിന് വരണം. പക്ഷെ പുള്ളി അങ്ങനെ ഇരുന്നില്ല, ഇടക്കിടക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. ഇപ്പോഴും ഓർമ്മയുണ്ട്, സർജറി കഴിഞ്ഞ് എന്നെ സർജിക്കൽ ICUലേക്ക് മാറ്റി, ഓർത്തോയിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കാലൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്നോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സ് കുറച്ച് പാനിക്കായി. അപ്പം തന്നെ അന്ന് കൃഷ്ണമ്മ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല, കീർത്തി ഡോക്ടർ ആയിരുന്ന ഡ്യൂട്ടി ടൈം. പുള്ളീനെ വേഗം വിളിച്ച് എല്ലാവരും കൂടെ ഭയങ്കര പാനിക്കായി ഒരു മൊമെൻ്റ് അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നത്.
ഇവർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനും പേടിച്ചു പോയി, ഇത് കൈവിട്ടു പോയോ എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അതൊക്കെ ഡോക്ടറുടെ ഒരാളുടെ ഒരു മനസ്സിലെ ശക്തി കൊണ്ട് ആണ് ഞാനിപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു ലൈഫിൽ പുറകേക്ക് പോയിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പേരുള്ളത് കൃഷ്ണമ്മ ഡോക്ടറാണ്. ഇത്രയും സംഭവങ്ങളൊന്നും ഞാനങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല എന്നത്. പക്ഷെ ഇപ്പം പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ലൈഫിൽ ഒരുപാട് ഇതുപോലെ എന്താണ് എനിക്ക് പറ്റിയെന്ന് പോലെ അറിയാതെ വിഷമിക്കണ ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ സ്കോളിയോസിസിന്റെ ബുദ്ധിമുട്ടിൽ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട് മാത്രമുള്ളെങ്കിലും രക്ഷപ്പെടുത്തും. അതിനൊരു ട്രൂ എക്സാമ്പിളാണ് ഞാനത്. കാരണം എൻ്റെ അറിവിൽ ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയണത് കൃഷ്ണമ്മ ഡോക്ടർ എന്നുള്ള പേരാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കണ തെളിവെന്നൊക്കെ പറയണത് ഞാൻ തന്നെയായിട്ട് ഞാൻ പറയും. ഞാനിപ്പോൾ ഒരു ഡോക്ടറിനാവാൻ വേണ്ടി ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോണേണ്. അപ്പം എൻ്റെ ആഗ്രഹം കൃഷ്ണകുമാർ ഡോക്ടറിനെ പോലെ ഒരാൾ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. പേഷ്യൻസിൻ്റെ മനസ്സിനെ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് വെറും ഒരു പ്രൊഫഷൻ മാത്രമായിട്ട് വിടാതെ ഇതുപോലെ നമ്മുടെ ലൈഫിലേക്ക് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ബേസിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വേണ്ടി വന്നത് ഫിസിയോതെറാപ്പി ആയിരുന്നു. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നു. ഇങ്ങനെ എണീറ്റിരിക്കാൻ പോലുള്ള ഹെൽപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഫിസിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫിസിയോ ടീമും അന്നേരം ഒരുപാട് കഷ്ടപ്പെട്ട് എന്നും വന്ന് നോക്കും. പക്ഷെ അവർ മാക്സിമം നോക്കിയിട്ടും എനിക്ക് അന്നേരം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബെഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും ഇവിടെ തന്നെ ചെക്കപ്പിന് വരുമ്പോൾ ഓരോ ഇതൊക്കെ പറഞ്ഞുതരും. വീട്ടിൽ വന്നിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ഒന്ന് വിളിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നത് അവർ തന്നെയാണ്. അവിടെ ഒരു സുധീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് എനിക്കൊന്ന് ഫിസിയോതെറാപ്പി ചെയ്തിരുന്നത്. പുള്ളിക്കാരന് വേണ്ട ഇതും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറമേ ഇപ്പം ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും എനിക്ക് കിട്ടിയേക്കുന്നത്, എനിക്ക് എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് വന്ന ഇതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റും ബെസ്റ്റ് സപ്പോർട്ടും തന്നേക്കുന്നത് ഇവിടെ നിന്നാണ്.